ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്ക് തന്നെയാണ്. നോമ്പ് തുറക്കുമ്പോഴൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു വെറൈറ്റി ഇഫ്താർ സ്നാക്കാണെന്ന് വേണമെങ്കിൽ പറയാം. പുറമെ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി നമ്മൾ ചീസൊക്കെ വെച്ചിട്ടാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയ സോസാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ കുറച്ച് വിനെഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചിക്കനിലേക്ക് മസാല നന്നായിട്ട് പിടിക്കണം. അതിന് എല്ലാ ഭാഗത്തും മസാല എത്തും വിധത്തിൽ ഇതുപോലെ ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. എന്നിട്ട് നമുക്കിതൊരു 30 മിനിറ്റ്സ് മാരിനേറ്റ് ചെയ്യാൻ വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് മാവ് റെഡിയാക്കാം. അപ്പം ഞാനിവിടെ ഒരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യോ ഒലിവ് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഇളം ചൂടുവെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം ഈ പൊടി. ഈ ഒരു സമയം ഞാനിവിടെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വെള്ളം ചേർത്തിട്ടൊന്ന് കുഴച്ചെടുക്കാം. അപ്പം മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ്സ് അടച്ചു വെക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ്സ് റെഡിയാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ബോയിൽ ചെയ്ത 2 പൊട്ടാറ്റോസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യണത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫില്ലിങ്സ് റെഡിയാക്കുമ്പം അവിടെ ചെറിയ ചെറിയ ബോൾസൊക്കെ ആയിട്ട് കിടക്കില്ലേ, അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് സ്മൂത്തായിട്ടും കിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫില്ലിങ്സ് നല്ല സ്മൂത്തായിട്ട് കിട്ടും. നല്ല നീറ്റിൽ നമുക്ക് ഫില്ലിങ്സ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഗ്രേറ്റ് ചെയ്ത പൊട്ടാറ്റോസ് ഒരു ബൗളിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഉള്ളി 1 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ മല്ലിയിലയും കരിവേപ്പും കൂടി ചെറുതായിട്ട് അരിഞ്ഞത് 1/2 കപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 1/2 ടീസ്പൂൺ ജീരകം പൊടിച്ചതും, 1/2 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. പിന്നെ ഒരു 1/2 കപ്പ് ബ്രെഡ് ക്രംസ് ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്ത് അവിടേക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള മാവ് ഒന്ന് പരത്തിയെടുക്കണം. നമ്മളൊരു 15 മിനിറ്റ്സ് ഇത് മാറ്റി വെച്ചുകൊണ്ട് മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പരത്തിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് 2 ബോൾസ് ആക്കിയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് ഈ 2 ബോൾസും പരത്തിയെടുക്കണം. ആദ്യം ഒരു ബോൾ പരത്തിയെടുക്കാം. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നല്ല റൗണ്ട് ഷേപ്പിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് മാക്സിമം എത്ര വലുപ്പത്തിൽ കിട്ടുന്നോ അത്രയും വലുപ്പത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ. അത് ശ്രദ്ധിക്കുക. നല്ല വലുപ്പത്തിൽ വേണം ഇത് പരത്താൻ. 2 പത്തിരിയും ഇതുപോലെ ഇങ്ങനെ നല്ല വലുപ്പത്തിൽ പരത്തിയെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ. ഇനി ഇതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യോ ഒലിവ് ഓയിലോ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഇല്ലേ, അത് ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കിയിട്ട് പത്തിരിയുടെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഫില്ലിങ്സ് വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, അടുപ്പിച്ച് വെക്കാതെ ഇതുപോലെ ഇങ്ങനെ സ്പേസ് ഇട്ടിട്ട് വേണം വെക്കാൻ. നമ്മൾ പത്തിരി നല്ല വലുപ്പത്തിൽ പരത്തിയതുകൊണ്ട് നമുക്കൊരു 9 ബോൾസ് വെക്കാനുള്ളൊരു സ്പേസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫില്ലിങ്സ് വെച്ച് കൊടുക്കുക. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊരു മീഡിയം സൈസിൽ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഫില്ലിങ്സിൻ്റെ മുകളിൽ ഇതുപോലെ ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്.
അടുത്തായിട്ട് ചിക്കൻ്റെ മുകളിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ മൊസറല്ല ചീസാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് പകരം വേറെ ഏത് ചീസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ അത് ഇതുപോലെ ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ചിക്കൻ്റെ മുകളിൽ. ഇനി ഇതൊന്ന് കവർ ചെയ്യണം. അപ്പോൾ നേരത്തെ പരത്തി വെച്ചിട്ടുള്ള പത്തിരി ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. മെല്ലനെ വെക്കണം. നമ്മൾ വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഒന്നും ഇളകി പോകരുത്. എന്നിട്ട് എല്ലാ എൻഡിലും ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നല്ല നീറ്റിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനൊരു മീഡിയം സൈസിലുള്ള മൂടി എടുത്തിട്ടുണ്ട്. ഇത് ഓരോന്നിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മൂടി എടുക്കുമ്പം മീഡിയം സൈസിലുള്ള തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. എന്നാലേ നമ്മളെ സ്നാക്ക് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ എല്ലാത്തിൻ്റെ മുകളിലും വെച്ചിട്ട് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ പുറമേ ഉള്ള മാവ് ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് മാറ്റിയെടുക്കാം. ഇനി ഇതിൻ്റെ ആവശ്യമില്ല. നമുക്കിത് വീണ്ടും പരത്തിയിട്ട് ഇതുപോലെയുള്ള ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നമ്മുടെ സ്നാക്ക് ഇവിടെ നല്ല പെർഫെക്റ്റ് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും പ്രസ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൈദൻ്റെ മിക്സ് ചേർത്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഒന്നും ചെയ്യണ്ട. ഇത് നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല കറക്റ്റ് പെർഫെക്റ്റ് ഷേപ്പിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഏകദേശം റെഡി ആവാറായി. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നും എല്ലാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഫ്രൈ ചെയ്യാൻ. ഹൈ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളു വെന്ത് കിട്ടില്ല, പുറമെ പെട്ടെന്ന് വേവും. അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാൻ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതൊരു ഗോൾഡൻ കളർ ആവുന്ന വരെ ഫ്രൈ ചെയ്യണം. ഒരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. പുറമേ നല്ല ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് ഇഫ്താറിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി തന്നെയാണ്. ഉള്ളിൽ ചീസൊക്കെ വെച്ച് തയ്യാറാക്കി എടുക്കുന്നതിനോണ്ട് കിഡ്സിന് ഒരുപാട് ഇഷ്ടമാവും. മയോണൈസ് ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസിലൂടെ എഴുതി അറിയിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ പുതിയൊരു റെസിപ്പിയായി കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.